വിഷാദരോഗം പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു അസുഖമാണ്. കാരണം വിഷാദരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ പലപ്പോഴും മറ്റ് രോഗലക്ഷണവുമായി സാദൃശ്യമുള്ളതുകൊണ്ട് തന്നെ ഇത് മറ്റ് രോഗങ്ങളാണോ എന്ന് സംശയിക്കുകയും വിഷാദരോഗം ഐഡൻറ്റിഫൈ ചെയ്യാതെ പോവുകയും ചെയ്യുന്നുണ്ട്. വിഷാദരോഗത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പലപ്പോഴും ക്ഷീണം, തളർച്ച, എപ്പോഴും കിടക്കുക, എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ ശ്വാസം മുട്ടുവരിക, ഒന്നിനും വയ്യാത്ത അവസ്ഥ, ജോലി ചെയ്യാൻ ശക്തിയില്ലാത്ത അവസ്ഥ. ഇതിൽ തളർച്ച അല്ലെങ്കിൽ ക്ഷീണം, പ്രത്യേകിച്ചും ഒരു കാരണവുമില്ലാത്ത തളർച്ച അല്ലെങ്കിൽ ക്ഷീണം ഒരാൾക്ക് വരികയാണെങ്കിൽ അതിൻ്റെ കൂടെ മനസ്സിന് സുഖമില്ലാത്ത അവസ്ഥ, എപ്പോഴും വിഷാദം, ടി വി കാണാൻ താല്പര്യമില്ലാത്ത അവസ്ഥ, വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തൊരവസ്ഥ, കുട്ടികളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്ത അവസ്ഥ, എല്ലാ വിഷയത്തിലും നെഗറ്റീവ് തോട്ട്സ്, ഉറക്കമില്ലായ്മ, വിശപ്പില്ലായ്മ എന്നീ ലക്ഷണങ്ങളൊക്കെ തളർച്ചയുടെ കൂടെ ഉണ്ട് എങ്കിൽ ഇത് ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാണ്. ഭൂരിപക്ഷം ആൾക്കാർക്കും പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെയാണ് വിഷാദരോഗം വരുന്നത്. അതുകൊണ്ട് ഒരാൾക്ക് തളർച്ച അല്ലെങ്കിൽ ക്ഷീണം എപ്പോഴും ഉണ്ട് എങ്കിൽ മറ്റ് രോഗങ്ങളുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ വിഷാദരോഗമുണ്ടോ എന്നുകൂടി ചെക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്. വിഷാദരോഗത്തിൻ്റെ രണ്ടാമത്തെ പ്രധാന ലക്ഷണം, പ്രത്യേകിച്ചും പ്രായമായവരിൽ കണ്ടുവരുന്നത് എന്തെന്ന് വെച്ചാൽ കൈതരിപ്പ്, കാൽത്തരിപ്പ്, ദേഹത്തും പുറത്തും വേദന, ശരീരത്തിൻ്റെ പല ഭാഗത്തു നിന്ന് മാറി മാറി വേദന, തല പുകച്ചിൽ, പ്രത്യേകിച്ചും തലയുടെ മുകളിൽ നിന്ന് പുകച്ചിൽ, മിക്കവാറും അത് വിഷാദരോഗത്തിൻ്റെ ലക്ഷണങ്ങളാവാം. ഇങ്ങനെയുള്ള ആൾക്കാരെ കുറച്ചു നേരം ഇരുത്തി സംസാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ സന്തോഷമില്ലായ്മ, താല്പര്യമില്ലായ്മ, വിശപ്പില്ലായ്മ, ക്ഷീണം, ഉറക്കമില്ലായ്മ തുടങ്ങിയ ലക്ഷണങ്ങളുണ്ടോ എന്ന് നോക്കേണ്ടതാണ്. ഇതുണ്ടെങ്കിൽ മിക്കവാറും അത് വിഷാദരോഗം ആയിരിക്കാനാണ് സാധ്യത. ഇങ്ങനെയുള്ള ആൾക്കാർ നിർബന്ധമായും ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ സേവനം തേടേണ്ടത് അത്യാവശ്യമാണ്. ഇങ്ങനെയുള്ള ആൾക്കാർ തേടണമെന്നില്ല, ഇവരുടെ കൂടെയുള്ള ആൾക്കാർ അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ സേവനം തേടേണ്ടതാണ്.